അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു ആരാ? ഹിജ്റ 12-13 നൂറ്റാണ്ടുകളിൽ ലോകത്ത് എണ്ണപ്പെട്ട ബഹുമാനപ്പെട്ട മാലിക് ഫിഖ്ഹിന്റെ വലിയ വലിയ നേതാക്കന്മാരുടെ നേതാവാണ് അഹ്മദ് തിജാനി തങ്ങൾ. ഏതോ കാട്ടിൽ പോയി 4 ആഴ്ച ദിക്റിയല്ലി മുടിവെട്ടാതെ ഇറങ്ങി വന്നാണ്ട് എന്തോ തോന്നിയത് വിളിച്ചു പറഞ്ഞ ആളല്ല, പഠിച്ചാളാ. വല്ലമിനൽ വിലായത ലികുല്ലി മൻ അഹബ്ബനി. അഹ്മദ് തിജാനി തങ്ങൾ പറയാൻ റളിയല്ലാഹു അൻഹു, എന്നെ ഒരാൾ സ്നേഹിച്ചാൽ അവൻ വലിയായിട്ടല്ലാതെ മരിച്ചുപോയില്ല. ഒരാൾ എന്നെ ആക്ഷേപിക്കുകയും പിന്നെ തൗബ ചെയ്യാതിരിക്കുകയും ചെയ്താൽ കാഫിറായിട്ടല്ലാതെ മരിച്ചുപോയില്ല. അതൊക്കെ കരാറാണ് നബിയും ഞാനും തമ്മിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദി അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു അവരാണ് ഖുത്ബുകൾക്ക് വരെ ഖത്മായ ഒരാളും നമ്മളെ കൂട്ടത്തിലുണ്ട്. അതാണ് നമ്മുടെ നേതാവ് സയ്യിദി അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി. അവർ ഖുത്ബീങ്ങൾക്കും നേതാവാണ്. ഇന്ന് എല്ലാവരുടെയും മേലെ ബഹുമാനപ്പെട്ട ശൈഖ് അവറുകൾ ഒരിക്കൽ പറഞ്ഞു, അന്ന ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഖാല ഖദമി ഹാദിഹി അലാ റഖബതി കുല്ലി വലിയ്യിൻ ലില്ലാഹ് അഹ്ല അസ്രിഹി. തന്റെ കാലത്തെ ഔലിയാക്കന്മാരുടെ പെരടിയുടെ മേലാണ് എന്റെ ഒരു കാൽ. വഅമ്മ അന فقدماي هاتان جميعهما وكان متكئا فجلس وكان على رقبتي كل ولي من لدن آدم إلى النفخ في الصور. എന്റെ 2 കാലും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ ഔലിയാക്കന്മാരുടെ മേലെയും പെരടിയുടെയും മേലെയാണ് എന്റെ 2 കാൽ. അതിനൊരു കാലല്ല. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞത് ഫി അസ്രിഹി വ സമാനിഹി, അവരുടെ കാലത്ത് ഉള്ള ഔലിയാക്കന്മാരെ മേലെയാണ് അവരുടെ ഒരു കാൽ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ ഔലിയാക്കന്മാരുടെ മേലാണ് എൻ്റെ 2 കാൽ. ഇത് രണ്ടിനും മാനദണ്ഡം ഒന്നല്ലേ? മദീനക്ക് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കാം. ഖുർആനിലും ഹദീസിലും ഇത് രണ്ടുമില്ല. വഹാബികൾ ഇത് രണ്ടിനെയും കളിയാക്കും. നമ്മൾ സുന്നികൾ ഒരാളെ ഒപ്പം കൂടിയിട്ട് മറ്റേ ആൾ കളിയാക്കും. അപ്പം എങ്ങനെ സുന്നിയാകുക? ഇതിന് മാനദണ്ഡം എന്താ? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ശിഷ്യന്മാർ കേട്ടു എഴുതിച്ചു, തിജാനി തങ്ങളുടെ ശിഷ്യന്മാർ കേട്ടു എഴുതിച്ചു. ഇനി ഇതിൽ വ്യത്യാസം എന്താ? നിനക്ക് ദഹിക്കണില്ല എന്ന് എഴുതിയിട്ട് ഒരു സംഗതി ആകാതെക്കൂലല്ലോ. ഇത് അല്ലാഹു തആല ഔലിയാക്കന്മാരാണ്. ഇവിടെ കുട്ടി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു തൻ്റെ കാല് ഔലിയാക്കന്മാരുടെ പെരടിയിലാണ് എന്ന് പറഞ്ഞത് ശിഷ്യന്മാർ കേട്ട് എഴുതിച്ചു. സയ്യിദി അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി തങ്ങൾ പറഞ്ഞു, എന്റെ 2 കാലും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ അമ്പിയാക്കളല്ല ഔലിയാക്കളുടെ മേലെയാണ് എന്റെ കാൽ. ഇത് അള്ളാഹുവിന്റെ നിശ്ചയാണ് എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ എഴുതിച്ചു. തമ്മിൽ ഒന്ന് സ്വീകരിച്ച് ഒന്ന് തള്ളാൻ മാനദണ്ഡമല്ല. നിനക്ക് സൂക്കടാന്നല്ലാതെ തള്ളാണെങ്കിൽ 2 തള്ളണം, സ്വീകരിക്കുകയാണെങ്കിൽ 2 സ്വീകരിക്കണം. തള്ളുന്ന കൂട്ടർ നമ്മളെ കൂട്ടത്തിലുണ്ട്, പള്ളടച്ചിട്ടുണ്ട് വഹാബികൾ. ഒന്നും സ്വീകരിക്കില്ല. നമ്മൾ പറയുമ്പോൾ നമ്മൾ ലേശം അന്തത്തോടു കൂടി പറയണം. നമുക്ക് അന്തല്ല ഇല്ല എന്നുള്ളത് ശരിയാ. പക്ഷെ കേൾക്കുന്ന ഒരു മനുഷ്യനെങ്കിലും അന്തണ്ടായാലും അത് മോശമായി പരിഗണിക്കപ്പെടും. അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞ അതേ മാനദണ്ഡം തന്നെ അതൊക്കെ ശിമാര് കെട്ടി എത്തിച്ചു. ബരക്കാര റഹ്മാന്റെ ഔലിയാക്കന്മാരെ സിദ്ദീഖീങ്ങളാ, അവർക്ക് നുണ പറയാൻ പാടില്ല. നുണ കൊണ്ട് പറയില്ല. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഷെയ്ഖ് സയ്യിദി അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു കാട്ടു പോയിട്ട് 4 ആഴ്ച ദിക്റിയല്ലി മുടി വെട്ടാതെ ഇറങ്ങിയ നാളല്ല. ആ സമാനിലെ മാലിക്കി മദ്ഹബിലെ ലോകത്ത് പകരല്ലാത്ത നേതാവാണ്. തബഖാത്തുൽ മാലിക്കിയെ എടുത്തു നോക്ക്, അഹ്മദ് തിജാനി തങ്ങളെ പേര് എഴുതിച്ചിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലും മാലിക്കി മദ്ഹബിലെ എണ്ണം പറഞ്ഞ ആലിമീങ്ങളെ പേരുകൾ എഴുതി രേഖപ്പെടുത്തപ്പെട്ട തബഖാത്തുൽ മാലിക്കിയെ എടുത്തു നോക്ക്. പിൽക്കാലഘട്ടത്തിൽ ആരൊക്കെയാണ് മാലിക്കി മദ്ഹബിൽ നേതാക്കളായി വന്നത് എന്ന് എഴുതി വെച്ചതിൽ 12-13 നൂറ്റാണ്ടുകളിൽ ഹിജ്റ ഏറ്റവും വലിയ
മാലിക് ഫിഖ്ഹിന്റെ നേതാവായി എണ്ണപ്പെടുന്നവരിലെ എണ്ണം പറഞ്ഞ മഹാനായി എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. ആരുടെ പേര്? അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു. അതായത് 2 ആഴ്ച ബെറ്റിൽ നിന്നിട്ട് എന്തോ വിളിച്ചറിഞ്ഞ ആളല്ലത്. ബെറ്റിലത്തിൽ തമ്പാക്ക് കൂടിയപ്പോൾ തോന്നിയത് വിളിച്ചറിഞ്ഞ ആളല്ല. അവസാനത്തെ സുബഹി നിസ്കരിച്ച മരിച്ചു. ഒരു റക്അത്തിലെ ഒരു സുജൂദ് ഒഴിവാക്കി മരിച്ച ആളല്ല, പഠിച്ച ആളാ. അത് അന്തത്തോടു കൂടിയാണോ? അന്തല്ലാത്ത കാലം വന്നിട്ടല്ല. ഇനി ഒരാൾ ശരീഅത്ത് പ്രത്യക്ഷമായി ഇല്ലെങ്കിൽ പോലും നമ്മളവരെ സ്വീകരിക്കണം എന്നീ അന്നേരങ്ങളോട് പറഞ്ഞിരുന്നു. അവരൊക്കെ ഉഖലാഉൽ മജാനീനാണ്. അതിലും പെട്ട ആളല്ല ആര്? അഹ്മദ് തിജാനി തങ്ങള്. അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു ആരാ? ഹിജ്റ 12-13 നൂറ്റാണ്ടുകളിൽ ലോകത്ത് എണ്ണപ്പെട്ട ബഹുമാനപ്പെട്ട മാലിക് ഫിഖ്ഹിന്റെ വലിയ വലിയ നേതാക്കന്മാരുടെ നേതാവാണ് അഹ്മദ് തിജാനി തങ്ങൾ. ഏതോ കാട്ടിൽ പോയി 4 ആഴ്ച ദിക്റിയല്ലി മുടിവെട്ടാതെ ഇറങ്ങി വന്നാണ്ട് എന്തോ തോന്നിയത് വിളിച്ചറിഞ്ഞ ആളല്ല, പഠിച്ചാളാ. ഒരു റക്അത്തിലെ ഒരു സുജൂദ് ഒഴിവാക്കി മരിച്ചിട്ടില്ല. സുബഹി നിസ്കാരം കഴിഞ്ഞു, ബഹുമാനപ്പെട്ട വഫാത്തായി. ഹിജ്റ 1230 ശവ്വാൽ 17 അന്നത്തെ സുബഹി നിസ്കരിച്ചിട്ടുണ്ട്. പിന്നെ വഫാത്തായി. ഒരിക്കൽ ഇന്നത്തെ വഴി വേണ്ട, അതുമില്ല. നിങ്ങളെന്താ വിചാരിച്ച്? അങ്ങനത്തെ ഒരു മനുഷ്യനെ പറ്റി പറയുമ്പോൾ 100 വട്ടം ആലോചിക്കണ്ടേ? വഹാബിക്ക് എന്തും പറയാം. വഹാബിക്ക് ഇതിലൊന്നും വിശ്വാസമില്ലല്ലോ. നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ പറയുന്നത് വിളിച്ചിട്ട് പറയുന്നത്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്റെ فأما أنا فقدماي هاتان جميعهما على رقبة كل ولي من لدن آدم إلى النفخ في الصور. വിശ്വസിക്കണ്ടോ വിശ്വസിച്ചോളൂ. പക്ഷേ മുഹ്യിദ്ദീൻ അതേ മാനദണ്ഡത്തിൽ മുഹ്യിദ്ദീൻ റളിയല്ലാഹു അൻഹു ഔലിയാക്കന്മാരെ പെരടിയിൽ കാല് വെക്കാനും വേറെ ആക്കിഞ്ഞ് കാല് വെക്കാൻ പാടില്ല. അത് എവിടുത്തെ മദ്ഹബാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഔലിയാക്കന്മാർ കാലോ തലയോ വെച്ചോട്ടെ, നമുക്കെന്താ? ഓലൊക്കെ യോഗ്യന്മാരല്ലേ. നമുക്ക് നമ്മളെ പെണ്ണുങ്ങളെ തോളിൽ വരെ കാല് പോയിട്ട് കാല് ചാടിച്ചിട്ടോളെ പുറടിയോളൂ പൊടിക്കും. സംഗതികൾ പുതിയാപ്പിളൊക്കെ തന്നെ. പക്ഷെ അത് വേണ്ട, പെരട്ടിയിൽ കാലൊക്കെ അത് നടക്കൂല. അതിനൊന്നും എൻ്റെ വാപ്പങ്ങളെ ഞങ്ങളെ കൊണ്ട് ഇടിച്ചു തന്നിട്ടില്ല. അത് നടക്കൂല. أما أنا فقد معي هاتان جميعهما جمعهما رضي الله عنه. ആ 2 കാല് ബഹുമാനപ്പെട്ട ജമഅഹുമാ, അത് 2 കാലിനെ ബഹുമാനപ്പെട്ട ഒരുമിച്ച് കൂട്ടി. വകാന മുത്തഖിയൻ ഫജലസ. അമ്മാ അന ഫഖദ മായ ഹാത്താനി ഫജമഅഹുമാ, ആ 2 കാലും ബഹുമാനപ്പെട്ട ഒരുമിച്ച് കൂട്ടി. വകാന മുത്തഖിയൻ ഫജലസ അലാ റഖബത്തി കുല്ലി വലിയ്യിൻ ലില്ലാഹ് മിൻ ലദുൻ ആദമ ഇല നഫ്ഖി ഫിസ്സൂർ. ഖിയാമത്ത് നാൾ വരെ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ ഔലിയാക്കന്മാരുടെയും മേലെയാണ് എൻ്റെ 2 കാല്. എന്ന് ബഹുമാനപ്പെട്ട സയ്യിദി അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു. ചിന്തിക്ക്. അപ്പോൾ തന്റെ പ്രധാനപ്പെട്ട ശിഷ്യനായ മുഹമ്മദുൽ ഖാലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ സയ്യിദി ഫകൈഫ തഖൂലു ഇദാ ഖാല അഹദുൻ ബഅദക്. നീ വേറെയാൾ നിങ്ങൾക്ക് ശേഷം ഇങ്ങനെ പറഞ്ഞാലോ? എന്റെ 2 കാലും എല്ലാ ഔലിയാക്കന്മാരുടെയും മേലെയാണെന്ന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു. യാ സയ്യിദി ഫകൈഫ തഖൂലു ഇദാ ഖാല അഹദുൻ ബഅദക മിസ്ല മാ ഖുൽത. നിങ്ങൾ ഈ പറയുമ്പോൾ തന്നെ ഇനി വേറൊരു വരി ഈ കാലത്ത് പറഞ്ഞാലോ? ഫഖാല റളിയല്ലാഹു അൻഹു ലാ യഖൂലുഹു അഹദുൻ ബഅദി. എനിക്ക് ശേഷം ഖിയാമത്ത് നാൾ വരെ ഈ വാക്ക് ഒരാൾ പറയില്ല. ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എന്ന്
നിങ്ങൾക്ക് ശേഷം ഇനി വേറൊരു വഴി എങ്ങനെ പറഞ്ഞാലോ നിങ്ങളെക്കാൾ വലിയ ഒരു നിഅമത്തിനെ ഇനി വേറൊരു വഴി നിങ്ങൾക്ക് ശേഷം അല്ലാഹു തആല തുറന്നു കൊടുത്താലോ അലം യകുനില്ലാഹു തആല ഖാദിറൻ അലാ അൻ യഫ്തഹ അലാ വലിയ്യിൻ ഫയുഅതീഹി മിനൽ ഫുയൂലാത്തി വത്തജല്ലിയാത്തി വൽമിനഹി വൽമഖാമാത്തി വൽമആരിഫി والعلوف والأسرار والترقيات والأحوال أكثر مما أعطاك നിങ്ങൾക്ക് തന്നതിനേക്കാൾ വലിയൊരു ഇനി വേറൊരു വലിയന് നിങ്ങൾക്ക് ശേഷം അല്ലാഹു തആല കൊടുത്താലോ ഫഖാല റളിയല്ലാഹു അൻ അതിന് അല്ലാഹു കഴിവുള്ളവനല്ലേ മനസ്സിലായില്ലേ മദീശേഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്റെ കാല് ഔലിയാക്കന്മാരുടെ മേലെയാണ് ഇതിനെ ഒരുപാട് മഹാന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അവരെ കാലത്തെ കാര്യമാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ടവർ അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു എൻ്റെ രണ്ട് കാലുകൾ ആദം നബിയുടെ കാലം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള ഔലിയാക്കന്മാരെ മുഴുവൻ പേരന്റിന്റെ മേലാണ് എൻ്റെ രണ്ട് കാല് റളിയല്ലാഹു അൻഹു ഇതൊരു സുന്നിക്ക് നിഷേധിക്കാൻ ന്യായമല്ല സുന്നിയാണെങ്കിൽ വഹാബിക്ക് നിഷേധിക്കാൻ എന്തുകൊണ്ട് വഹാബി ഇതൊക്കെ നിഷേധിക്കും സുന്നിക്ക് ന്യായമില്ല അപ്പോൾ ശിഷ്യനായ മുഹമ്മദ് ഖാരി തങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് ശേഷം വേറൊരാൾക്ക് നിങ്ങൾക്ക് തന്നതിനേക്കാൾ കൊടുക്കാൻ അള്ളാഹുവിന് കഴിവില്ലേ അലൈസ അല്ലാഹു ഖാദിറൻ അള്ളാഹു കഴിവുള്ളവനല്ലേ അക്സറ മിമ്മാ അതാക് മനസ്സിലായില്ലേ വലിയൻ അക്സറ മിമ്മാ അതാക് നിങ്ങൾക്ക് തന്നതിനേക്കാൾ വലിയത് വേറൊരു വലിയന് കൊടുക്കാൻ അള്ളാഹു കഴിവുള്ളവനല്ലേ അപ്പോൾ അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാൻ കഴിവുള്ളവനാണ് ബല എൻ്റെ റബ്ബ് കഴിവുള്ളവൻ തന്നെ ബല ഖാദിറുൻ അലാ ദാലിക വഅക്സറ മിൻ ഇതിനേക്കാളൊക്കെ കൊടുക്കാൻ കഴിവുള്ളവനാണ് വലാകിൻ ലാ യഫഅലുഹു ചെയ്യൂല ഇതെനിക്കുള്ള കരാറാണ് ലിഅന്നഹു ലം യുരിദുഹു അങ്ങനെ ഒരാൾക്ക് കൊടുക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല എന്തുകൊണ്ട് أليس الله قادرا على أن ينبئ أحدا ويرسله إلى الخلق فيعطيه أكثر مما أعطى محمدا صلى الله عليه وسلم ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തതിനേക്കാൾ ഇനി ഒരു സൃഷ്ടിക്ക് കൊടുത്തിട്ട് അതിനേക്കാൾ ഒരു ലോകത്തെ പടച്ചിട്ട് അവരേക്ക് അല്ലാഹു അയക്കാൻ അല്ലാഹു കഴിവുള്ളവനല്ലേ അല്ലേ ഇന്റെ കഴിവുള്ളവനല്ലേ കഴിവുള്ളവനാണ് വലാകിൻ ലാ യഫഅലുഹു അങ്ങനെ ചെയ്യൂല ഇതെന്ത് ഇത് അല്ലാഹുവിന്റെ കരാറാണ് നബി നിങ്ങളെക്കാൾ വലിയകളെ ഞാൻ പടക്കൂല ഇത് എനിക്ക് എൻ്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ കരാറാണ് റസൂൽ എന്നോട് പറഞ്ഞാണ് നിങ്ങളെക്കാൾ വലിയൊരു വലിയ ഉണ്ടാവില്ല കരാറാണ് ഒരു വട്ടല്ല അനവധി തവണ എൻ്റെ ഹബീബുൽ മുസ്തഫ എന്നോട് പറഞ്ഞു എന്തെന്ന് വിചാരിച്ച് അങ്ങനത്തെ ഒരാളെ നിസ്സാരമാക്കി സംസാരിച്ചാൽ അത് സൂഉൽ ഖാതിമക്ക് കാരണമാവും നമ്മൾ വിശ്വസിക്കണ്ട ഓരോരുത്തർക്കും ഓരോ ശേഖുണ്ട് അതിനെന്താ പ്രശ്നം വളരെ ചിന്തിക്കേണ്ട കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ചിന്തിക്കണം بلا قادر على ذلك وأكثر من ولكن لا يفعله لأنه لم يرده ألم يكن قادرا على أن ينبئ أحدا ويرسله إلى الخلق ويعطيه أكثر مما أعطى محمدا ഹബീബായ റസൂലുള്ളാഹിക്ക് കൊടുത്തതിനേക്കാൾ വലിയ കൊടുക്കാൻ അല്ലാഹു തആലക്ക് ഇനി വേറെ കൊടുക്കാൻ കഴിയില്ലേ കഴിയും പക്ഷേ ബല വലാകിന്നഹു ലാ യഫഅലുഹു ലിഅന്നഹു മാ അറാദഹു ഞാൻ അങ്ങനെ ചെയ്യൂല എന്നാര് കരാറുണ്ട് അള്ളാന്റെ കരാറുണ്ട് മുസ്തഫ നബിക്ക് അല്ലാഹു തആല ഇന്നഹു ലാ യുഖ്ലിഫുൽ മിഅദ് കരാർ ലംഘിക്കൂല ആര് അല്ലാഹു കഴിവുള്ളവനല്ലേ കഴിവുള്ളവനാണ് ചിന്തിക്കിയത് എന്താ വിചാരിച്ച് അഹ്മദ് തിജാനി തങ്ങളെ പറ്റിയ ഒരാള് ആക്ഷേപിച്ചാൽ ഒൻ്റെ അവസാനം യാതൊരു സംശയവും വേണ്ട എന്നെ ഒരാൾ സ്നേഹിച്ചാൽ അവൻ സ്വർഗത്തിൽ കിടക്കും പറഞ്ഞിട്ടുണ്ട് എന്നെ ഒരാൾ സ്നേഹിച്ചാൽ അവൻ സ്വർഗത്തിൽ കിടക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും സുന്നിയാളെ വിശ്വസിക്കേണ്ടി വരും കാരണം സുന്നിയാളെ ഔലിയാക്കന്മാരൊക്കെ പറഞ്ഞതാണ്
അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷം ഒരിക്കൽ ആ നാട്ടിലെ രാജാവ് അബൂ യസീദ് അൽ ബിസ്താമിയുടെ മഖ്ബറയിലേക്ക് വന്നു. ഒരിക്കൽ മഹാനായ അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷം ഒരാൾ അബൂ യസീദ് അൽ ബിസ്താമിയുടെ മഖ്ബറയിലേക്ക് വന്നു. രാജാവ് വന്നു. എന്നിട്ട് രാജാവ് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഹൽ ഫീകും അഹദുൻ ഇജ്തമഅ ബി യസീദ, അബൂ യസീദിനോട് കൂടെ ജീവിച്ചിരുന്ന ആരെങ്കിലും ഇവിടെയുണ്ടോ? മനസ്സിലായില്ല? പ്രഗൽഭ വലിയായ അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു മരിച്ചു മറവ് ചെയ്തതിന് ശേഷമുള്ള ഒരു സമയത്ത് അസ്ഹാബ് ശിഷ്യന്മാര് മുഴുവൻ മരിച്ചു തീർന്നിട്ടില്ല. ആ സമയത്ത് നാട്ടിലെ രാജാവ് സിയാറത്തിന് വന്നു. ആരെ സിയാറത്ത് ചെയ്യാൻ? അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു. എന്നിട്ട് ചോദിച്ചു, ഹൽ ഫീകും അഹദുൻ ഇജ്തമഅ ബി അബി യസീദ്, അബൂ യസീദിനോട് കൂടെ ജീവിച്ചിരുന്ന വല്ല ശിഷ്യന്മാരും ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടോ? ഖാലു നഅം. ഫിനാ അഹദുൻ, ഒരാളുണ്ട്, വരാൻ പറയും. വന്നു. ഫഖാല, അപ്പോൾ ഈ രാജാവ് ചോദിച്ചു, ഹൽ സമിഅത ശൈഅൻ മിൻ കലാമിഹി തദ്കുറുഹു, അബൂ യസീദ് പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് ഇപ്പോൾ നിനക്ക് ഓർമ്മയുണ്ടോ? നിനക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ പറഞ്ഞോണ്ട. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു മഖ്ബറയിൽ വന്നിട്ട് ചോദിക്കാണ്. രാജാവ് ചോദിക്കാണ്, അതൊക്കെ കൂടി കലർന്ന ഒരാളെ കിട്ടി, കൂടി ജീവിച്ച ഒരാൾ. ഹൽ സമിഅത ഹൽ തുദ്കുറു ഖൗലൻ സമിഅത മിൻ അബി യസീദ, അബൂ യസീദിൽ നിന്ന് കേട്ട വല്ല വാക്കുകളും ഇപ്പോൾ നിനക്ക് ഓർമ്മയുണ്ടോ? അല്ല, ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് ഫഖാല മൻ റആനി ലാ തഹരിഖു നാർ, ഇന്നൊരാൾ കണ്ടാൽ നരകത്ത് കിടക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫഖാല ലഹു സുൽത്താൻ, അപ്പോൾ സുൽത്താൻ എന്ത് പറഞ്ഞു? അതൊക്കെ ഇപ്പം എന്ത് വർത്താനാണ്? فإن أبا جهل رأى رسول الله وهو في النار. അതെന്ത് വർത്താനാണ് എൻ്റെ അബൂ യസീദ് പറഞ്ഞത്? അങ്ങനെ അബൂ യസീദ് പറഞ്ഞു. അതുണ്ടാവില്ലല്ലോ. എന്ത് വിട്ടിത്തരാണ് ഈ പറഞ്ഞത്? فإن أبا جهل رأى رسول الله فتحرقه النار وهو من أهل النار. നരകക്കാരെ കൂട്ടത്തിൽപ്പെട്ടവനല്ലേ ആര്? പറയേ. അബൂജഹലും അബൂ ലഹബും ഒക്കെ. നബിയൽ മുസ്തഫ റഅ റസൂലല്ലാഹ്, ബരക്കാരെ കണ്ടിട്ടില്ലേ? മുത്തനബിയെ കണ്ടിട്ടില്ലേ? പിന്നെ എന്റെ അബൂ യസീദിനെ കാണുമ്പോൾ നരകത്തിൽ കിടക്കാതിരിക്കണം. എങ്ങനെ? നബിനെ കണ്ടോല്ലോ, എന്നെ നരകത്തിലുണ്ടല്ലോ. ഇതെന്ത് വർത്താനാണ്? ഫഖാല ذلك المريد الفقير, الفقيراയ മുരീദ് രാജാവിനോട് പറഞ്ഞു, ല മാ റഅ റസൂലുള്ളാഹ്, അബൂ ജഹൽ മാ റഅ റസൂലുള്ളാഹ് വലാകിൻ റഅ യതീമ അബീ ത്വാലിബ്, അബൂ ത്വാലിബിന്റെ വീട്ടിൽ വളർന്ന യതീമിനെ കണ്ടിട്ടുള്ളൂ, റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നന്നാവും. മനസ്സിലായില്ല? ആരെ കണ്ടിട്ടുണ്ട്? فإن أبا جهل رأى يتيم أبي طالب ويتيم عبد المطلب, അബൂ താലിബിന്റെ അബ്ദുൽ മുത്തലിബിന്റെ ഒക്കെ വീട്ടിൽ വളർന്ന യതീമിനെ കണ്ടിട്ടുണ്ട്. മാ റഅ നബിയൽ മുസ്തഫ വമാ റഅ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ തിരുദൂതരെ കണ്ടതാണോ? അത് കണ്ടിട്ടില്ല. അതൊന്നുണ്ടല്ലോ, ഓരോ തിരിയലുണ്ടല്ലോ. ടൗണിൽ ഓടുന്ന ഓട്ടോറിക്ഷക്കാരനാണ് നമ്മൾ അങ്ങാടി കൊണ്ടുവന്ന് വരിയിൽ വരെ വന്നിട്ട് തർക്കിക്കും. എത്ര വാടക? 100 രൂപ. 100? എന്ത് 100? 50 രൂപ വാടകല്ലോ. തല്ലായി പിടിയായി അതായി അടിയായി കുടിയായി നാട്ടുകാർ മുഴുവൻ വന്ന് വലിയ പ്രശ്നം. അതൊക്കെ അങ്ങനെ പറഞ്ഞ് തീർത്തി പിന്നെ ലോകിയായി. പിന്നെ അങ്ങോട്ടും കൊണ്ട് വർത്താനമൊക്കെ കൂട്ടമൊക്കെ ആയി. പിന്നെ നാട്ടുകാരെല്ലാവരും കൂടി കൂടിയിട്ട് അവിടുത്തെ മകളെ ഓട്ടോറിക്ഷക്കാരനെ കൊണ്ട് കെട്ടിച്ചെന്ന് സങ്കല്പിക്കും. പിന്നെ മകളുടെ ഭർത്താവായി ആര്? ഓട്ടോറിക്ഷക്കാരൻ.
ടൗണിൽ മരുവൻ്റെ ഓട്ടോറിച്ച് തന്നെ കയറി വന്ന് വീട്ടിറങ്ങി ചോദിക്കുമോ എത്ര വാടക കൊടുത്തോ വാങ്ങോ ഇല്ല 100 റുപ്യ എന്ന് പറഞ്ഞ ഇവൻ എൻ്റെ പെരടിക്ക് അടിച്ച് കാക്കി പൊണ്ണുകളും രണ്ടാളും കൂടി അടിച്ച് ഇതേ ഇവർ ഇനി എന്താണ് ഓട്ടോറിക്ഷ തിരിച്ചു പോകുമ്പോ പോലെ 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 ഉമ്മക്ക് എന്തോ എന്ന് പറയാൻ വന്ന് 500 റുപ്യ പോക്കറ്റിലിട്ടു മനസ്സിലായില്ല എന്തേ അങ്ങനല്ലേ ഇതെങ്ങനെ പ്രതി ഓടെ പോലെ ഇതിന് എണ്ണടിച്ചണ്ട എത്ര ഇട്ട് കൊടുത്ത് 500 വാടക എത്ര 100 എന്ന് പറഞ്ഞേ തല്ലുകൊടുത്തോല അവന് എൻ്റെ ഇപ്പോൾ അവനിൽ അവര് ആരെ കണ്ടു ഒരു മോളെ ഭർത്താവിനെ കണ്ടു പണ്ടോ ഓട്ടോറിക്ഷക്കാരനെ കണ്ടു അപ്പോ അബൂ യസീദ് അൽ ബിസ്താമി എന്ന അല്ലാഹുവിന്റെ വലിയനെ കണ്ടാൽ നരകത്ത് കിടക്കൂല എന്നെ കണ്ട ഒരു നരകത്ത് കിടക്കൂല വെറുതെ പറയില്ല അബൂ യസീദ് അൽ ബിസ്താമി മഹാനല്ലേ അവര് വെറുതെ പറയാൻ പാടില്ലല്ലോ നേരിട്ട് കണ്ടിട്ടുണ്ട് റസൂലുള്ളാഹിനെ നേരിട്ട് കണ്ടിട്ടുണ്ട് നേരിട്ട് എങ്ങനെ റസൂലുള്ളാഹിനെ കാണുക ഇതാണ് ചില ആളുകളുടെ ഡൗട്ട് ഈ മനുഷ്യൻ ജനിക്കുന്നത് ഹിജ്റ 1150 നമ്മൾ ഈ ഇവിടെ കോഴിക്കോട്ട് അലുവ ബസാറിൽ കിട്ടുന്ന 4 കിതാബ് ഇങ്ങനെ ബട്ടൺ തിറക്കി ഇങ്ങനെ നോക്കി കുത്തിരുന്നാൽ നമുക്കത് മനസ്സിലാവില്ല ലോകത്ത് വേറെ കിതാബുകളുണ്ട് രാവും പകലും റസൂലുള്ളാഹിനെ കണ്ടവരുണ്ട് ഈജിപ്ത് ഭരിച്ചിരുന്ന ചക്രവർത്തിക്ക് പേടിയുള്ള ഒരു ആലിമായിരുന്നു ബഹുമാനപ്പെട്ട ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഒരാൾ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ അരികിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് രാജാവിന് ഇന്നാലിനൊരു ആവശ്യം കിട്ടേണ്ടതുണ്ട്. എല്ലാവരും എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ രാജാവ് കേൾക്കും, നിങ്ങളെ രാജാവിന് പേടിയ, അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാൽ രാജാവ് കേൾക്കും. അപ്പൊ വേറൊരാളല്ല, നിങ്ങൾ ശുപാർശ ചെയ്യണം എനിക്ക് വേണ്ടി. നിങ്ങൾ എനിക്ക് വേണ്ടി ശുപാർശ ചെയ്താൽ എന്റെ കാര്യം നടന്നിട്ടും, നിങ്ങൾ എനിക്ക് വേണ്ടി ശുപാർശ ചെയ്താൽ എനിക്ക് എല്ലാ കാര്യങ്ങളും നടന്നിട്ടും, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യണം എന്ന് ഈ മനുഷ്യൻ ബഹുമാനപ്പെട്ട മഹാനായ ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു فقال لولا أني دائما أجتمع مع النبي المصطفى لشفعتك. اجتمعت مع النبي المصطفى صلى الله عليه وسلم 75 مرة يقظة مشافهة لا مناما. ഞാൻ 75 വട്ടമെങ്കിലും നബിയുമായി സന്ധിച്ചിട്ടുണ്ട്. എനിക്ക് റസൂലുള്ളാഹിയുമായി സന്ധിക്കേണ്ടി വരും എന്ന വിഷയത്തിന്റെ പേടി കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ രാജാവിനോട് ശുപാർശ ചെയ്യും. എന്തുകൊണ്ട്? രാജാക്കന്മാരോട് ശുപാർശ പറയുന്നത് റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ല. ഇല്ലെങ്കിൽ ഞാൻ ശുപാർശ ചെയ്യും. എന്താ പറഞ്ഞേ എനിക്ക് എപ്പോഴും ആരെ കാണേണ്ടതുണ്ട്? റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ, എനിക്ക് രാജാവിനായിട്ട് സംസാരിക്കാൻ പറ്റൂല. രാജകൊട്ടാരത്തിലെ രാജാവിന്റെ ശുപാർശകനാവുക, രാജാവിന് വേണ്ടി രാജാവിനോട് ഒരു ശുപാർശ പറയുക എന്നത് ആർക്കിഷ്ടല്ല? റസൂലുള്ളാഹിക്ക് ഇഷ്ടല്ല. ഇജ്തമഅതു മഅ നബിയിൽ മുസ്തഫ 75 മറ യഖ്ലതൻ മുശാഫഹ ലാ മനാമ. ചിലർക്ക് ഡൗട്ടാ, ആയിരക്കണക്കിന് കൊല്ലം മുമ്പ് വഫാത്തായി പോയ നബിയെ ഇന്നൊരാൾ യഖ്ലത്തിൽ കാണുമോ? എന്തായി പറയുന്നത്? നമ്മൾ അലിബ ബസാറിലെ 4 കിതാബ് നോക്കി നടന്നത് മനസ്സിലാവും. അതൊക്കെ കിതാബുണ്ട്. മനസ്സിലായില്ലേ? എന്ത് പറഞ്ഞേ? ഒരാൾ വന്ന് പറയാണ് ആരോട്? ഹാഫിദ് ജലാലുദ്ദീനോട് റളിയല്ലാഹു അൻഹു. മുസ്ലിം ഉമ്മത്ത് കണ്ട മഹാന്മാരായ നേതാക്കളിൽ ഒരാളാണ് ആര്? ഇമാം സുയൂത്തി. ഇമാം സുയൂത്തി തങ്ങളോട് ഒരാൾ പറയാണ്, നിങ്ങൾ രാജാവിനോട് എനിക്ക് വേണ്ടി ഒരു ശുപാർശ പറയും. അപ്പോൾ പറഞ്ഞു, അത് എനിക്ക് നടക്കൂല. എനിക്ക് എപ്പോഴാണ് നബി മുന്നിക്ക് വരിക എന്ന് പറയാൻ പറ്റൂല.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിന് ശേഷം 900 കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച ആളാണ് ആര്? 800 കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച ആളാണ് ആര്? ഹാഫിദ് ജലാലുദ്ദീൻ റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള മനസ്സിലായില്ലേ? ഹാഫിദ് മനസ്സിലായി. 900 കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച ആളാണ് ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി. അവര് പറയാണ് ഞാൻ നേരിട്ട് നബിയുമായി സന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട് ഈ ആയുസിനിടയ്ക്ക്. എത്ര വട്ടം? 75 വട്ടെങ്കിലും. ഇപ്പോൾ ഞാൻ നബിയെ കാത്തിരിക്കുക, എപ്പോഴും വരികയെന്ന് അറിയാൻ പറ്റില്ല. രാജാക്കന്മാരോട് തൈര് പറയാൻ നടന്നാൽ പിന്നെ നബി വരൂല. റസൂലുള്ളാഹിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എനിക്ക് നിന്നോട് വിരോധം ഉണ്ടായിട്ടില്ല. എനിക്ക് നബിയെ കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ്. സ്വപ്നത്തിലല്ല. എങ്ങനെ? ഞാൻ എൻ്റെ കാര്യം നേരിട്ട് സംസാരിക്കുന്നു നബിയോട്. നമ്മളൊക്കെ കളവാക്കേണ്ടി വരും. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? കണ്ടോരൊക്കെ കണ്ടോരല്ലേ, കിട്ടിയോരൊക്കെ കിട്ടിയോരല്ലേ. നമ്മൾ വലിയ കൂട്ടരൻ നമ്മക്ക് തോന്നിയാൽ പോരല്ലോ, അള്ളാഹു കൂടി തോന്നണ്ടേ. നമ്മൾ വലിയ കൂട്ടരൻ പറഞ്ഞാൽ പോരല്ലോ, നമ്മൾ വലിയ കൂട്ടരാണ്. നമ്മക്ക് പറയാം നമ്മൾ വലിയ കൂട്ടരാണ്. ആയിക്കോട്ടെ, കൂട്ടരൻ, നമ്മൾ വലിയ കൂട്ടരന്നെ. പക്ഷെ പടച്ചോനും കൂടി അങ്ങനെ തോന്നണം. ആ നബിനെ നമ്മൾ കാണാൻ ഒരിക്കലും സാധ്യതയല്ല. എന്തുകൊണ്ട്? ഈ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി തൈര് പറയണ പണിയാണ് നമുക്ക്. ആ നബിനെ നമ്മൾ കാണാനുള്ള സാധ്യതയല്ല. പുതിയ ഏതെങ്കിലും നബിനെ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടി വരും. ഇപ്പൊ കഴിഞ്ഞു പോയ നബിനെ കാണാനുള്ള സാധ്യത. അതൊക്കെ അവനവൻ്റെ കാര്യമായിരുന്നു, നമുക്ക് ഇടപാടില്ല. പക്ഷെ കാര്യം അങ്ങനെയാണ്. അള്ളാൻ്റെ ഔലിയാക്കന്മാർക്ക് പടി വെക്കാൻ നടക്കണ്ട. നടി വെച്ചാൽ ഇവിടെ കുറച്ച് ആളുകൾ നമ്മളെ കയ്യും കാലും കണ്ണും മൂക്കൊക്കെ പിടിച്ച് മുത്തും. അതൊക്കെ ശരി തന്നെ. ഇതിൻ്റെ അടിയിൽ സുഖം ഉണ്ടാവില്ല. നാളെ ചിന്തിച്ചോളി. അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാത്തൊരു കാര്യം ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടില്ല. അഹ്മദ് തിജാനി റളിയല്ലാഹു. പഠിക്കേണ്ടവർ പഠിച്ചോളി. അഹ്മദ് തിജാനി തങ്ങളെ പഠിക്കാൻ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സൗകര്യങ്ങൾ, കോടിക്കണക്കായ ആളുകളാണ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതലുള്ള ആളുകളുടെ ത്വരീഖത്ത് തിജാനിയത്താണ്. ആളുകളുടെ ത്വരീഖത്ത് തിജാനി. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ കിതാബുകളുടെ ത്വരീഖത്ത് ഇന്ന് തിജാനി ത്വരീഖത്താണ്. ലോകത്തെ ഏറ്റവും ആലിമീങ്ങളുടെ ത്വരീഖത്ത് ഇന്നും തിജാനി ത്വരീഖത്താണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാതെ എന്തെങ്കിലും നമ്മൾ ഇന്ന് കാണുന്ന സൗകര്യങ്ങളും നമ്മളെ മുന്നിൽ ജനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെന്ന് വിചാരിച്ചും ഞാനിപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ മുന്നിൽ ഉണ്ടാക്കണം. അപ്പം എനിക്ക് തോന്നിയത് പറയാൻ പാടില്ല. കാരണം ഇതിൻ്റെ ഇതൊക്കെ എത്രയാണ്? ഇതൊക്കെ എന്ന് പറഞ്ഞ നേലുകളല്ലേ മനുഷ്യന്മാരെ? ഇതിനൊക്കെ എത്ര ആയുസ്സുള്ളത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത മിനൽ ആമിനീൻ വമൻ അഹബ്ബക മിനൽ ആമിനീൻ. നബിനോട് പറഞ്ഞിട്ടുണ്ട്, നീ നിർഭയരായ ആളുകളിൽപ്പെട്ടതാ, നിനക്ക് പരലോകത്തിൽ പ്രയാസം ഉണ്ടാവില്ല. നിന്നെ സ്നേഹിച്ചവർക്കും പരലോകത്തിൽ പ്രയാസം ഉണ്ടാവില്ല. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അത് അള്ളാഹ്ക്ക് പറയാലോ, അള്ളാഹിൻ്റെ ഹബീബിന് ഒരാളോട് പറയാലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറയാലോ എന്ന്. قال لي صلى الله عليه وسلم إن من رأى وجهك يوم الجمعة أو يوم الاثنين دخل الجنة بلا حساب ولا عقاب. വെള്ളിയാഴ്ചയോ തിങ്കളാഴ്ചയോ നിന്നെ ആരെങ്കിലും കണ്ടാൽ അയാളൊരു മുഅ്മിനായ മതി, ഹിസാബില്ലാത്ത സ്വർഗ്ഗത്തിൽ കടക്കും എന്ന് റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ചയോ തിങ്കളാഴ്ചയോ അതങ്ങനെ തന്നെ ഇതിനെ അങ്ങനെ തന്നെ തുടർത്തിക്കൊണ്ടുവരുന്ന ആളുകളുമുണ്ട്, ഇന്നുണ്ട്. അത് ആ ഒരു ഇജാസത്ത് അഹ്മദ് തിജാനി തങ്ങൾ തൻ്റെ ഒരു മുരീദിന് കൊടുത്തു, ശിഷ്യന് കൊടുത്തു. അതങ്ങനെ അങ്ങനെ അങ്ങനെ തുടർത്തിക്കൊണ്ടുവരുന്നുണ്ട്. വെള്ളിയാഴ്ച വരെ കണ്ടാൽ നരകത്തിൽ കിടക്കില്ല. നിഷേധിക്കണില്ലേ വഹാബി? ഇതൊക്കെ നിഷേധിക്കുക. വഹാബി ഇതിൽ എന്താ വിശ്വസിക്കുക? ഇത് പുറത്ത് വരുന്നതോട് കൂടെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞതിൻ്റെ മുഴുവനും ട്രോളലും എതിർക്കലും വഹാബിയായിരിക്കും. എന്തുകൊണ്ട്? ഇനി അവരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിയൂല.
ഇന്ന മൻ റഅ വജ്ഹക യൗമൽ ജുമുഅ വ യൗമൽ ഇസ്നൈൻ ദഖലൽ ജന്ന ബിലാ ഹിസാബിൻ വലാ ഇഖാബ്. എന്നോട് നേരിട്ട് പറഞ്ഞ വാക്ക്, വെള്ളിയാഴ്ച രാവിലെ മുതൽ മഗ്രിബ് വരെ, ഫജ്ർ മുതൽ മഗ്രിബ് വരെ ഞാൻ നിന്നെ വിട്ടു പിരിയുകയില്ല, എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. എന്റെ കൂടെ പ്രധാനപ്പെട്ട 7 മലക്കുകളും ഉണ്ടാവും. മനസ്സിലായില്ലേ? ഈ മലക്കുകൾ ആ വ്യക്തിയുടെ നിന്നെ വെള്ളിയാഴ്ച ദിവസം ഒരു ഈമാനുള്ള മനുഷ്യൻ നിന്നെ കണ്ടവർക്ക് കണ്ടാൽ മതി, ആ മനുഷ്യനെ ഖിയാമത്ത് നാളിലെ ഹിസാബില്ലാതെ സ്വർഗ്ഗം ഉണ്ടാവും. ഹിസാബിനുണ്ടാവില്ല, ഹിസാബില്ല, അതല്ലേ വലിയ ദറജ. ഹിസാബിനല്ല, അവിടേക്ക് ഹിസാബിനല്ല, പൊയ്ക്കോ, ഹിസാബിനല്ല. എമിഗ്രേഷന് ചവിട്ടിക്കയറ്റുണ്ട്, എമിഗ്രേഷന് പോയി നിൽക്കണ്ടേന്നെ വന്നില്ല, അധൂരിച്ചു അവിടെ പാസ്പോർട്ട് മറിച്ച് നോക്കി, അവിടെ മറിച്ച്. അപ്പം നമുക്കൊരു പേടി, പാസ്പോർട്ട് ചോദിച്ചോല്ല, കൊടുത്തോല്ല, വിമാനത്തിൽ കയറി കുത്തിരുന്നിട്ടാണ് വന്നാണ്ട് ഒപ്പിട്ടുണ്ടായത്. എന്ന് വെച്ചാൽ അങ്ങനെയാണ്, അങ്ങനെ ഉണ്ടാവും, അങ്ങനെയാണോ, അങ്ങനെ ഉണ്ടായാലും. വെള്ളിയാഴ്ച ദിവസം ഈമാനോട് കൂടെ നിന്നെ ഒരാൾ വന്ന് കണ്ടാൽ അവന് മലക്കൾ അവൻ്റെ പേര് എഴുതി വെക്കും. അഹ്മദ് ജാൻ തങ്ങൾ പറയാൻ റളിയല്ലാഹു അൻഹു, എന്നെ ഒരാൾ സ്നേഹിച്ചാൽ അവൻ വലിയായിട്ടല്ലാതെ മരിച്ചുപോല. ഒരാൾ എന്നെ ആക്ഷേപിക്കുകയും പിന്നെ തൗബ ചെയ്യാതിരിക്കുകയും ചെയ്താൽ കാഫിറായിട്ടല്ലാതെ മരിച്ചുപോല. അതൊക്കെ കരാറാണ് നബിയും ഞാനും തമ്മിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ അങ്ങനെയാണല്ലോ, നമ്മക്കതിനെ പറ്റി അറിയില്ല. നമ്മൾ ഇന്നത്തെ ഈ വിഡ്ഢികളായ ജനങ്ങൾ പറഞ്ഞ് നടന്നിട്ട് എന്ത് കാര്യം? അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവർക്ക് കൊടുത്ത പദവികൾ എന്ന് പറഞ്ഞാൽ അത്രയും ഞാൻ പറഞ്ഞില്ലേ, ഇവരെക്കാളും ഉന്നതനായ ഒരു വലിയ ഇനിയുണ്ടാകൂല. എല്ലാ ഔലിയാക്കന്മാരുടെയും മേലെയാണ് എൻ്റെ 2 കാലുകൾ. അതെന്നെ ഞാൻ ഇനി വലിയ ഉണ്ടാവില്ല അല്ല, വലിയൊക്കെ ഉണ്ടാകാം, പക്ഷെ ഏത് വലിയാണെങ്കിലും എൻ്റെ 2 കാലും അവരുടെ റഖബത്തിന് മേലെ ഇരിക്കും. എനിക്ക് അല്ലാഹു തആല അങ്ങനെയുള്ള പദവി നൽകിയിട്ടുണ്ട് എന്നർത്ഥം. അതെൻ്റെ അഹ്ബാബിനും അള്ളാഹു നൽകും. പക്ഷെ നിബന്ധനയുണ്ട്, അവൻ്റെ സ്ഥാനത്തെ ആലോചിച്ച് വഞ്ചിതനായാൽ സൂലാക്കത്തുണ്ടാവും. ഞാൻ അഹ്മദ് ജാനി തങ്ങളിൽ വയത്ത് ചെയ്ത ആളാണ്, ഞാൻ വലിയ ആളാണ് എന്നാൽ ഒരാൾ വിചാരിച്ചാൽ അവന് സൂൽ ഖാത്തിമുണ്ടാവും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, ചീത്തയായ മരണമുണ്ടാവും. വിനയത്തോടെ ജീവിക്കണം. അവൻ എടുക്കാൻ പറഞ്ഞ കഴിയുന്ന പണിയെടുക്കണം. ബാക്കിൻ്റെ ഇന്ന ഒരാൾ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ ഹിസാബില്ലാത്ത സ്വർഗ്ഗത്തിൽ കിടക്കും. അതൊരു വലിയന് പറയാലോ, യഖ്ളത്തിൽ തന്നെ പറയാം. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. അതാണ് ലിൽ അഖ്താബി ഖത്മുൻ ഹബുഹു കൻസൻ മുതൽസമാ. എല്ലാ ഖുത്ബീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ ഖത്മ നൽകി എന്നാണ്. പേടിക്കണ്ട, അള്ളാഹിൻ്റെ പ്രത്യേകമായ പൊരുത്തമുണ്ടാകും. പേടിക്കണ്ട, അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ ചെയ്യിക്കാൻ നടക്കണ്ട. ദുനിയാവിൻ്റെ സ്ഥാനമാനങ്ങളിൽ പെട്ടിട്ട് വഞ്ചിതരാകണ്ട. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ നിസ്സാരപ്പെടുത്തുകയും വേണ്ട. അവരെയും നിസ്സാരപ്പെടുത്തി അവരെ മേൽ അവരിൽ പദവി ഒരാൾ പ്രവേശിച്ചു. നമ്മളതല്ലല്ലോ ഇതൊന്നും. അഹ്മദ് ജാനി തങ്ങളുടെ മാർഗത്തിൽ ഒരാൾ പ്രവേശിച്ചു,
ഇനി അയാളെ കളിയാക്കണമല്ലേ, അതും കളിയാക്കുന്ന പദവികൾ ഉള്ള ആളുകളുണ്ട്. കളിയാക്കുക. ദുനിയാവിലെ ഏറ്റവും വലിയ ഷെയ്ഖിൻ്റെ മുരീദാണ് തരാം എന്ന് പറയാം. എനിക്കറിയാം, കത് ബലഗനി, എനിക്കങ്ങനെ അറിയാം. കളിയാക്കുക. ഈ ദുനിയാവിൻ്റെ മുകളിൽ, ഭൂമിൻ്റെ മുകളിലൂടെ നടക്കുമ്പോഴുള്ള ചുർക്ക് ഭൂമിൻ്റെ അടിയിലുണ്ടാവുമെന്ന് ആരും വിചാരിക്കണ്ട. നമ്മളൊക്കെ അള്ളാഹിൻ്റെ അടിമകളാണ്. ആരും എന്ത് റബ്ബിനറിയും, നമുക്കറിയില്ല. ഇപ്പം ഇതൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മഹാൻ്റെ കീഴിൽ നിലനിർത്തുമെന്ന് എന്തുറപ്പാള്? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതിൻ്റെ അർത്ഥം വേറുള്ള നിസ്സാരപ്പെടുത്തുന്നു. ആര് പറഞ്ഞ് നിസ്സാരപ്പെടുത്തുന്നു? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹുവിന് വേണ്ടി കഴിഞ്ഞ 20 കൊല്ലം ഏറ്റവും കൂടുതൽ കേരളത്തിൽ പ്രസംഗിച്ച ആളുകളിൽ ഒരാൾ ഞാനാണ്. എൻ്റെ റബ്ബിൻ്റെ തൗഫീഖിനാൽ. ഞാൻ ആ തരീഖത്തിൽപ്പെട്ട ആളുമല്ല. എന്തുകൊണ്ട്? ആക്ഷേപിക്കുന്ന വിഡ്ഢികൾ അവരെയാണ് ആക്ഷേപിക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗത്ത് നിന്ന് സംസാരിക്കൽ മുഅ്മിനിൻ്റെ കടമയാണ്. അതൊരു തൗഫീഖാണ്. അത് തൗഫീഖാണ്, വൽപ്പത്തരല്ല, തൗഫീഖാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ സുന്നികൾ വരെ സിഎമ്മിനെ ആക്ഷേപിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ വായി ഞാൻ സിഎമ്മിനെ ആക്ഷേപിക്കുന്നതായി ഒരാൾക്ക് കാണിക്കാൻ കഴിയില്ല, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എന്നാൽ ഞാൻ സിഎമ്മിനെ തുലിയൊക്കെ തരുന്നല്ല, സിഎമ്മിൻ്റെ മക്കബറിൽ പോയിട്ട് ദ്വാരക്കണ ആളുമല്ല. അതൊന്നും തെറ്റുമല്ല, അതൊക്കെ അതിൻ്റെ ആളുകൾക്ക് പറ്റും. ഞാൻ ആ മതബിൽപ്പെട്ട ആളല്ല. അവർ വലിയ ആളല്ലേ, അവർ തീർച്ചയായും വലിയ ആളാണ്. എനിക്ക് എൻ്റെ ഒരു വാപ്പുണ്ടാവുമ്പോൾ ഞാൻ എൻ്റെ വഴിക്ക് പോയാൽ മതിയാണ്. മറ്റൊക്കെ മൂത്താപ്പയാളാപ്പയാണ്. ആളാപ്പാനെ പറ്റി പോയിട്ട് കൊണ്ട് പറയേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. എന്നാൽ വളാപ്പാനെ ഒരു ആക്ഷേപിച്ചാൽ വിടൂല്ല. ഇതൊക്കെ ചിന്തിക്കുക. സുന്നികൾ വരെ ബഹുമാനപ്പെട്ട സിഎമ്മിനെ പോലത്തെ മഹാന്മാരെ എന്തിനാണ് വെറുതെ അവരിൽ ഇടപെടാൻ എന്ത് അധികാരമാണ് നമുക്കൊക്കെ ഉള്ളത്? അപ്പം അതിലൊന്നും നമ്മൾ ഇടപെടണ്ട. നമുക്ക് എന്ത് വിവരമുള്ളൂ? ഒന്ന് വിവരമില്ല. 2 ഇബാദത്ത് കബൂലാവും എന്ത് ഉറപ്പാണുള്ളത്? നിങ്ങളോട് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങളോടാണോ പറഞ്ഞത്? നിങ്ങളോട് തന്നെയല്ലേ പറഞ്ഞത്? സുജൂദിൽ കിടക്കുന്ന മലക്കുകളുണ്ട്, റുക്കോയിലിരിക്കുന്ന മലക്കുകളുണ്ട്. അള്ളാഹ് അവരെ പടച്ചേന സുജൂദിലാണ്. ഇനി ഖിയാമത്ത് നിങ്ങളോട് തന്നെയല്ലേ പറഞ്ഞത്? അതിൽ സുജൂദിൽ ഖിയാമത്ത് നാളിൽ എണീക്കണ നേരത്തെ ഒരു പറയണ്ട, മഅബദ്നാക ഹഖ ഇബാദതിക, നിനക്ക് ഇബാദത്ത് എടുക്കുന്ന വിധത്തിൽ ഞങ്ങൾ ഇബാദത്ത് എടുത്തില്ല എന്നാരാ പറയണത്? ഒരായുസ് കോടി കൊല്ലം സുജൂദ് കിടന്നിട്ട് പറയാണ്, ഞങ്ങൾ നിനക്ക് ഇബാദത്ത് എടുക്കേണ്ട വിധത്തിൽ. പിന്നെ നമ്മളെ ഇബാദത്തിന് എന്ത് വിലയുണ്ട്? ആ മുസ്തഫാൻ്റെ പിന്നെ മഹത്വമല്ലാതെ എന്ത്? ആ റസൂലുള്ളാഹിന്റെ ഉമ്മത്തായതുകൊണ്ട് തന്നെ പിന്നെ എന്തിന് മനുഷ്യന്മാരെ ഈ അള്ളാഹിന്റെ ഔലിയാക്കന്മാരെ അഭിമാനത്തിൽ കൈവക്കണം? ലോകത്തുള്ള എല്ലാ ഔലിയാക്കന്മാരുടെയും പെരടിൻ്റെ മേലാണ് എൻ്റെ കാലം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റേജിൽ നിന്ന് ചിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇതേപോലത്തെ അതിൻ്റെ അപ്പുറത്തെ വാക്ക് മൊയ്തീൻ ഷേഖ് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഖുർആനിലും ഹദീസിലും ഇല്ലല്ലോ. വഹാബി നിഷേധിക്കുന്നു, നമ്മളത് വിശ്വസിക്കുന്നു. എന്താ വേറെ ഒരാളെങ്ങനെ പറയുന്നത്? എന്നോട് നബി പറഞ്ഞോ, അത് വിശ്വസിച്ചോ? അവരെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ്. ലോകമൊക്കെ അംഗീകരിച്ചപ്പോൾ നമ്മളും അംഗീകരിച്ചു. അതേപോലത്തെ ഒരു മഹാനാണിത്. കോടാനക്കോടി ജനങ്ങളാണ് ഈ അന്ന് മുതൽ ഇന്ന് വരെയും. ഒരു നിസ്കാരത്തിൻ്റെ സുന്നത്ത് തെർക്കിയ ആളല്ല. അക്കാലത്തെ ലോകം കണ്ട ഫുഖഹാക്കൾ മുഴുവനും ആ മനുഷ്യന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. അക്കാലത്ത് മൊറോക്കോയിലുള്ള ഏറ്റവും വലിയ ഉലമാക്കൾ വന്നിട്ട് മയ്യത്ത് നിസ്കരിച്ച് ഒരു മോശപ്പെട്ടവനാണെങ്കിൽ അക്കാലത്തെ ആലിമ്യങ്ങൾ മയ്യത്ത് നിസ്കരിക്കാൻ വരും. നിങ്ങളെന്താ വിചാരിച്ചേ? 4 ആളുകളെയും കൂടി വെറ്റിലെന്നാണ് മുറുക്കിയാണ്ടേ തോന്നിയത് വിളിച്ച ആളല്ല കുട്ടിയെ. എൻ്റെ ഷേഖ് അബുൽ അബ്ബാസ് അഹമ്മദ് ബിൻ മുഹമ്മദ് തിജാനി. മര്യാദക്കണോളി, വിവരം അറിയും. എല്ലാവരെയും വരക്കാനുള്ള അളവുകോല് നമ്മളെ കയ്യിലുണ്ടെന്ന് ആരും വിചാരിക്കണ്ട. അതൊക്കെ ആഖിബത്ത് മോശമാകുന്നതിൻ്റെ ലക്ഷണം മാത്രമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ കണ്യാൽ അബ്ദുല്ലാജിയുടെ ആളല്ല. എന്നാൽ കണ്യാൽ അബ്ദുല്ലാജിക്ക് വേണ്ടി ഈ കഴിഞ്ഞ 20-25 കൊല്ലത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ച ഒരാൾ ഞാനാണ്. വലിയ എന്ത് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണെന്ന് ചോദിച്ചു. അത്തിപ്പറ്റ വൈദ്യൻകുട്ടി മുസ്ലിംകൾക്ക് വേണ്ടി പ്രസംഗിച്ച കൂട്ടത്തിൽ ഏറ്റവും പ്രസംഗിച്ച കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഞാനാണ്. ഞാൻ ആ ത്വരീഖത്തേനാണോ? അല്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ സാലിഹ്യങ്ങളുമാണ്. അതിൽ ഇടപെടാൻ എനിക്ക് അധികാരമല്ല. ഞാനവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണോ? ഒരിക്കലും അല്ല.
അതവർ മോശമായതുകൊണ്ടാവുക അല്ല. എനിക്ക് എൻ്റെ പാത്രം ഉണ്ടാകുമ്പോൾ ഞാൻ അവരെ പാത്രത്തിൽ കൈയിടേണ്ട ആവശ്യം എന്തുണ്ട്? അതേ സമയത്ത് അവരൊക്കെ ഒരാൾ ആക്ഷേപിക്കട്ടെ, അപ്പം വിവരം അറിയും. മമ്പർത്താൻ സെയ്ദ് അലവിയിൽ മമ്പുറമി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ഈ കഴിഞ്ഞ 10-25 കൊല്ലത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ച ആളുകളിൽപ്പെട്ട ഒരാൾ ഞാനാണ്. എന്നാൽ ഞാൻ അലവിയ തരീഖത്തുകാരനാണോ? അല്ല, ഒന്നല്ല. അള്ളാൻ്റെ ഔലിയാക്കന്മാരാണ് അവർ. തൊട്ടുപോയ വിവരം അറിയും. ഞാൻ എൻ്റെ ജീവിതകാലത്ത് ഒരു വലിയ ഒരാൾ തൊട്ട വിവരം അറിയും. ഇൻഷാ അല്ലാഹ് എൻ്റെ അണ്ണാക്കിൻ്റെ താഴെ നാവുണ്ടെങ്കിൽ ഞാൻ വിടൂല. തമാശല്ല. അതൊക്കെ അവരോട് തുടരാനാണ് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അതൊക്കെ എന്താ മനസ്സിലാക്കാത്തത്? നമ്മളൊക്കെ തമ്മിൽ പല അഭിപ്രായക്കേടുകൾ ഉണ്ടാക്കാം. അതേസമയത്ത് ഇവിടെ അവർ അസ്ലിയായ കാര്യത്തെ ഒരാൾ നിഷേധിക്കട്ടെ. പല അഭിപ്രായ വ്യത്യാസവും സ്വാഭാവികമായി ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സ്വാഭാവികമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അതൊന്നും ഒരു അസ്ലിനെ പൊളിച്ചളയാൻ പറ്റൂല. ഇവിടെ ബഹുമാനപ്പെട്ട ദീനിൻ്റെ മാർഗങ്ങളാണ് ഇതൊക്കെ ഉണ്ടാക്കി തന്നത്. അതൊക്കെ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. അഭിപ്രായ വ്യത്യാസം നമ്മൾക്കിടയിലൊക്കെ ഉണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസം നമ്മൾ ശുദ്ധീകരിക്കലിൻ്റെ ഒരു ഇലാഹിയായ ഹിക്മത്തിൻ്റെ ഭാഗമാണ്. ആരും എന്തിനും ചോദ്യം ചെയ്യുന്നില്ലെങ്കിൽ തോന്നിയതൊക്കെ കാട്ടും, അങ്ങനെ നാശാവും. ഇവിടെ ഈ കാണുന്നൊക്കെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. ബഹുമാനപ്പെട്ട സമസ്തയുലമ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതൊക്കെ നിലനിൽക്കണം, എല്ലാം നിലനിൽക്കേണ്ട ആവശ്യമാണ്. നമ്മളൊക്കെ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായി ഉണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തെ പൊളിക്കാത്ത വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തിൻ്റെ ഭാഗമാണ്? അത് ദീനിൻ്റെ ഒരു ഭാഗം തന്നെ, ഹിക്മത്തിൻ്റെ ഭാഗമാണ്. അപ്പോഴേ ഇതൊക്കെ നിലനിൽക്കുകയുള്ളൂ. ഫിഖ്ഹിനെതിരായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ചെയ്യാനും പാടില്ല. قال سيدي أبو العباس أحمد بن محمد التجاني رضي الله عنه إذا سمعتم عني شيئا فزنوه بميزان الشرع. ഞാൻ പറഞ്ഞു എന്ന് ഏതെങ്കിലും ഒരാൾ നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ ഫസിനൂഹു ബിമീസാനി ശറഈ, നിങ്ങൾ ശരീഅത്തിന്റെ തുലാസിലിട്ട് തൂക്കി നോക്കണം. ഇൻ വാഫഖ ഫഖുദു ഐ ഇൻ വാഫഖ ഫഖുദു വഇല്ലാ ഫത്റുകു. ശരീഅത്തിനോട് ചോദിച്ചാൽ എടുത്താൽ മതി, ഇല്ലേ തള്ളിക്കളി. ശരീഅത്തിനോട് ചോദിക്കാത്ത ഒരാൾക്ക് ഞാൻ പറയും കാര്യം ഞാൻ പറയില്ല. അതിൻ്റെ വല്യപ്പ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ഏൽപ്പിച്ച ഏറ്റവും വലിയ കാര്യം ശരീഅത്താണ്. അപ്പം മരണം വരെ ശരീഅത്ത് പാലിച്ച മഹാന്മാരവർ. എന്താ ആക്ഷേപം അവർക്ക്? അള്ളാഹു ഉന്നതമായ സ്ഥാനം കൊടുത്തു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ആദ്യകാലത്ത് വളരെ സുന്നത്ത് നിർത്തി, പിന്നെ സുന്നത്ത് നിർത്തി. അങ്ങനെയുള്ള ആളുമല്ല തിജാനികൾ. അങ്ങനെ സക്രാനികളായ ഒരു ശൈഖും തിജാനികളിലില്ല. മത്ത് പിടിച്ചിട്ട് നിസ്കാരമൊക്കെ നിർത്തിയ ഇല്ല. ശരീഅത്ത് പാലിക്കാത്ത ഒരു തിജാനി ഇല്ല, മശായിഖന്മാരില്ല. നമ്മളെ മോശത്തരം കൊണ്ട് നമ്മൾ വീഴ്ച വരുത്തുക. മനസ്സിലാണ്ട് പറഞ്ഞത്? അത് മനസ്സിലാക്കണം. ഒരു ശരീഅത്തിന്റെ ഒരു കാര്യത്തെ തെർക്ക് ചെയ്ത് എന്തിനാണ് അപ്പുറം പറയേണ്ടത്? ഇദാ സമിഅതും അന്നി ശൈഅൻ, എന്റെ ജീവിതകാലത്തോ എനിക്ക് ശേഷമോ ഒരാൾ നിങ്ങളോട് വന്ന് പറഞ്ഞു തിജാനി തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു കാര്യങ്ങളോട് വന്ന് പറഞ്ഞാൽ ഫസിനൂഹു ബിമീസാനി ശറഈ, നിങ്ങൾ എന്ത് ചെയ്യണം? ശരീഅത്തിന്റെ തുലാസിലിട്ടിട്ട് തൂക്കി വെക്കണം. ഇൻ വാഫഖ ഫഖുദു. ശരീഅത്തിനോട് ചോദിച്ചാൽ എടുത്തോളൂ, അതേ ഞാൻ പറയുള്ളൂ. ശരീഅത്തിനെതിരായ കാര്യം ആര് പറയില്ല? അഹ്മദ് തിജാനി തങ്ങൾ പറഞ്ഞിട്ടില്ല, പറയില്ല, ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഇന്ന് അവസാന കാലത്തെ ഞങ്ങളല്ലേ, നമ്മൾ പലതും നമ്മൾ മടിയന്മാരാണ്. അങ്ങനെ നിസ്കരിക്കാത്തൊരു ശൈഖ് തിജാനിയത്തിൽ ഉണ്ടാവില്ല. ഒന്ന് നിസ്കാരമൊക്കെ നിർത്തി, ഒന്ന് തിജാനി ആയിട്ടാലേ. ഇപ്പോൾ നിസ്കാരമൊക്കെ നിർത്തി, അത് നിങ്ങൾ പക്ഷെ ഉണ്ടാവില്ല. ഒന്ന് തിജാനിയല്ല, ഒന്ന് മജ്ജാനി എന്ന് പറയാം. തിജാനിയാവില്ല. ഓനെൻ്റെ ഇപ്പം തിജാനിയായി, ഇപ്പം നിസ്കാരമൊന്നും വേണ്ടെന്നാ കേൾക്കണ്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇത്രേ ഓൻ ഇപ്പം തിജാനിയായി. ആ ജാതി വർത്താനം തിജാനികളിലുണ്ടാവുന്നു. നിങ്ങൾ ഒരുപാട് വിചാരിക്കണ്ടാവും മുനിയന്മാരെ. ശരീഅത്ത് തെർക്ക് ചെയ്തൊരു തിജാനി ഉണ്ടാവില്ല. ശരീഅത്ത് തിജാനിയത്ത് എന്ന് പറഞ്ഞാൽ അത്വരീഖത്തു ബിശ്ശരീഅ. തിജാനിയത്ത് എന്നാൽ അത്വരീഖത്തു ബിശ്ശരീഅ, ശരീഅത്ത് കൊണ്ടുള്ള ത്വരീഖത്തിനാണ് തിജാനിയത്ത്. അങ്ങോട്ട് കൊടുത്താൽ നിസ്കരിക്കാം, ജമാഅത്തായി നിസ്കരിക്കണം. വളരെ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ജമാഅത്ത് ഒഴിവാക്കാൻ പാടുള്ളൂ. എങ്ങനെ നിസ്കരിക്കണം? എങ്ങനെ നിസ്കരിക്കണം? ജമാഅത്തായി നിസ്കരിക്കണം, ഖുർആൻ ഓതണം, നോമ്പ് വിൽക്കണം, ഫർദും സുന്നത്തും നിൽക്കണം, ഉമ്മാനെ പോറ്റണം, ബാപ്പാനെ പോറ്റണം, കുടുംബം പോറ്റണം. ഇതൊക്കെ തന്നെ പണിക്കോണം. നേരം പോലത്തെ കുറഞ്ഞ ദിക്കരല്ലേ മതിയല്ലോ, പണിക്കോണം.
ദിക്റ് ചൊല്ലി കുത്തിരുന്ന് ദിക്റ് കൊണ്ട് പണിക്കുവാൻ കഴിഞ്ഞില്ല, അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ തിജാനിക്ക് ഉണ്ടാവില്ല. അങ്ങനെ ചില തരീക്കത്തുകളുണ്ട് ഉച്ചയായാലും ദിക്റ് തീരൂല, ഒന്നുമില്ല. ഇത് 10 മിനിറ്റാണ്. രാവിലെ 10 മിനിറ്റ്, അസറിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞ്. അതിന് മരുവിന് ശേഷം ചെല്ല, സുബിന് ശേഷം ചെല്ല, പണി നേരത്തുണ്ടാവില്ല. 10 മിനിറ്റ് 10 മിനിറ്റ് ഇത്രയേ ഉള്ളൂ. പക്ഷെ അള്ളാഹിൻ്റെ റസൂലിനെ വിശ്വസിക്കണം. അള്ളാഹിൻ്റെ റസൂലിനെ വിശ്വസിച്ച് ഔലിയാക്കന്മാരെ വിശ്വസിച്ച് നേരായി വഴിക്ക് ജീവിക്കുക. അതന്നെ. ഉച്ചയായാലും ദിക്റ് തീരാത്തത് കൊണ്ടാണ് ഞാൻ കുടുങ്ങിപ്പോയത് എന്ന് ചില തുരീക്കത്തുകാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതും തെറ്റല്ല, അതിൻ്റെ വഴി അങ്ങനെയാണ്. ഇവിടെ അതൊന്നും ഉണ്ടാവില്ല. ഇവിടെ ദിക്റ് തീരാത്തത് കൊണ്ട് പണിക്കോകാൻ കഴിയില്ല എന്നുണ്ടാവില്ല. പണിക്കോ പോകാത്ത ഓൻ്റെ മടിയാണ്. ഓന് തിജാനിയിലൊക്കെ കൂടി ഇപ്പം പണിക്കൊന്നും പോകണില്ല. അത് ഇവിടെ പറയരുത്, അവിടെ ഉണ്ടാവില്ല. തിജാനി രാവിലെ 10 മിനിറ്റ് പണിയുള്ളൂ, അസറിന് ശേഷം 10 മിനിറ്റ്, മഗ്‌രിബിന് ശേഷം ആക്കാം, ഇശാന്റെ ശേഷം ആക്കാം. അവൻ്റെ ഖൽബ് അല്ലാഹുമായി ബന്ധപ്പെടണം എപ്പോഴും. നിസ്കാരം നിർത്തി തിജാനിയത്തിൽ ഉണ്ടാവില്ല, നോമ്പ് നിർത്തി തിജാനിയത്തിൽ ഉണ്ടാവില്ല. ശരിയാത്ത് ഒഴിവാക്കിയിട്ടിട്ട് കളി തിജാനിക്ക് ഉണ്ടാവില്ല. തിജാനി കൂടി നിസ്കാരം നിർത്തി, നോമ്പ് നിർത്തി, ഉമ്മാനി ബാപ്പാനിയും പോറ്റൽ നിർത്തി, പെണ്ണുങ്ങൾക്ക് ഭക്ഷണം മരുന്ന് വാങ്ങിക്കൊടുക്കൽ നിർത്തി, അതൊന്നും തിജാനിയിൽ കേൾക്കൂല. അങ്ങനെ മണിക്കൂർ കണക്കിന് ഇരുന്നിട്ട് ചെല്ലാവുന്നതും തിജാനിയത്തിലില്ല. അതൊക്കെ മക്കൾ ഇഖ്തിയാരിയായ അമലുകളാണ്. ഒരാൾക്ക് 1000 സ്വലാത്തോ 10,000 സ്വലാത്തോ ചെല്ല, അത് അവൻ്റെ ഇഷ്ടമാണ്. ത്വരീക്കത്തിൻ്റെ നിർബന്ധമല്ല. ത്വരീക്കത്തിൻ്റെ നിർബന്ധം 10 മിനിറ്റ് 10 മിനിറ്റ് 10 10 15 ഇത്ര തന്നെ, ഇത്രയേ ഉള്ളൂ, ഒരു പണിയില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു വിഷയമായതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്, ക്ഷമിക്കണം. അള്ളാഹുവിന് പൊരുത്തപ്പെട്ട അടിമകളിൽ അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ.